ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് 2026 ഏപ്രിൽ മാസം 19-ാം തീയതി ഞായറാഴ്ച. ഈ മാസത്തിൻ്റെ 3-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 8 നാം ഇപ്രകാരം വായിക്കുന്നു: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും വചന ശുശ്രൂഷകളിലും ആവർത്തിച്ച് മുഴങ്ങിക്കേൾക്കുന്ന ഒരു വാക്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. എബ്രായ ലേഖന കർത്താവ് ആരാണ് എന്നുള്ള സംശയങ്ങളും ചർച്ചകളും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ലേഖനത്തിന്റെ ഇതിവൃത്തവും സാരാംശവും എത്രയോ മഹത്വമേറിയതാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് പരിചിതമാണെങ്കിലും പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അപ്ലൈ ചെയ്യാറുണ്ടോ? പ്രശ്ന സങ്കീർണമായ ദൈനംദിന ജീവിതയാത്രയിൽ ഈ വാക്യത്തിൽ നാം മുറുകെ പിടിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്. എന്താണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യേശു ക്രിസ്തു നമുക്കൊരു നായകൻ, നമുക്ക് പിൻചെല്ലാവുന്ന ഒരു വ്യക്തി, നമുക്ക് അനുഗമിക്കാവുന്ന ഒരു വലിയ ശക്തി, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ശരിക്കും ഈ വാക്യം മലയാളത്തിൽ കൂടെ നന്നായിട്ട് വായിച്ചാൽ ഇന്നിൽ ജീവിക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകളാണ്. എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും. അപ്പോൾ ഇന്നിൽ നിന്ന് ഒരാൾ തന്റെ വിശ്വാസം ഉറക്കെ വിളിച്ചു പറയുകയാണ്: യേശുക്രിസ്തു എനിക്ക് ഇന്നലകളിൽ മതിയായ ദൈവമായിരുന്നു, ഇന്നും അവൻ എനിക്ക് വലിയവൻ തന്നെയാണ്, വിശ്വസ്തൻ തന്നെയാണ്, വരുന്നാളുകളിൽ എന്നേക്കും, എന്റെ ജീവിതാവസാനം വരെ അല്ല, കർത്താവിന്റെ വരവ് വരെ അവൻ അനന്യൻ തന്നെയാണ്, മാറ്റമില്ലാത്തവനാണ്, മറക്കാത്തവനാണ്, മാറാത്തവനാണ്, ശക്തനാണ്. യേശുവിൽ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ വാക്യം ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അർത്ഥം മനസ്സിലാക്കി പറയുവാൻ കഴിയുകയുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹമേ, നിങ്ങൾ പലരും ഇന്ന് വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇന്ന് വിശുദ്ധ സംസർഗമേശ, കർത്തൃമേശ അനുഭവിക്കുവാൻ ഒരുങ്ങുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എബ്രായ ലേഖന കർത്താവ് ആരായിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞ ഈ വാക്യം നമ്മിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ പറയാൻ പറ്റും? ഇന്നലകളിൽ ശരിയാണ്, എനിക്ക് പ്രയാസങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ, ചതികൾ, വീഴ്ചകൾ,
പാപങ്ങൾ, പോരായ്മകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ഒക്കെ ഉണ്ടായി. പക്ഷേ ദൈവം എനിക്ക് മതിയായവനായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നെ വീഴ്ത്തുവാനും തകർക്കുവാനും അനേകർ എനിക്ക് ചുറ്റും വന്നുകൂടിയപ്പോഴും എന്നോട് കൂടെയിരുന്ന ഒരു ദൈവം, അതെ, ഞാൻ വിശ്വസിക്കുന്ന ആ യേശു ക്രിസ്തു നാളുകളിലും എനിക്ക് മതിയായവൻ തന്നെയാണ്. ഞാൻ ഏതെല്ലാം അവസ്ഥയിൽ കൂടെ പോയാലും ആ യേശു എനിക്ക് മതിയായവൻ മാത്രമാണ് എന്ന് നമ്മൾ എത്ര പേർക്ക് പറയുവാൻ കഴിയും? നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ ഈ നിമിഷം വരെയും പശ്ചിമേഷ്യ പുകയുകയാണ്, ആളിക്കത്തുകയാണ്. രാവിലെ കേൾക്കുന്ന വാർത്തകളെല്ലാം ഉച്ചക്കത്തേതല്ല വൈകുന്നേരം, വൈകുന്നേരത്തേതല്ല പ്രഭാതത്തിൽ. ലോക നേതാക്കന്മാരും അവരുടെ തീരുമാനങ്ങളും അവരുടെ പ്രവൃത്തികളും മാറിക്കൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ആരെല്ലാം മാറിയാലും മാറാത്ത ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം വിളിച്ചു പറയുന്നു. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഓർക്കണം. കേരള ജനത മറ്റൊരു ഇലക്ഷനെ നേരിട്ട് മെയ് 4 വിജയം കാത്തിരിക്കുകയാണ്. നേരത്തെ ഭരിച്ചവരോ തുടർ ഭരണം ആഗ്രഹിക്കുന്നവരോ ഇവര് രണ്ടുമല്ലാത്ത പുതിയൊരു കൂട്ടരോ ആരുമായിക്കൊള്ളട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു നേതാക്കന്മാരും ഒരു സഭയും ഒരു സംഘടനയും ഒരു കൂട്ടായ്മയും നമുക്കൊരാവശ്യം വരുമ്പോൾ ഉണ്ടാവുകയില്ല, നമ്മൾക്കൊരു വിഷമം വരുമ്പോൾ ഉണ്ടാവുകയില്ല. എന്നാൽ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ആരെല്ലാം മാറിപ്പോയാലും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. ഈ ഒരു വിശ്വാസത്തോടെ ഈ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ കാലുകൾ മുൻപോട്ട് വെക്കുക. നിങ്ങളുടെ തലമുറകൾ അത് കാണട്ടെ. അവരിന്ന് വളരെ തിരക്കേറിയ ജീവിത ചുറ്റുപാടുകളാണ്. അതിലുപരിയായി വാശിയേറിയ ജീവിത ഓട്ടത്തിലാണ്. അതിലുപരിയായി മത്സരങ്ങളുടെ ഒരു വലിയ കോർപ്പറേറ്റുകളിലാണ് ജീവിക്കുന്നത്. സാഹചര്യങ്ങൾ അനുസരിച്ച് മാറി മറിഞ്ഞു നിൽക്കുമ്പോൾ ഈ മാറാത്ത യേശുവിനെ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാം. നിങ്ങളുടെ വേദനകളിൽ, സങ്കടങ്ങളിൽ, വിഷമങ്ങളിൽ, വീഴ്ചകളിൽ എല്ലാവരും കൈവിട്ടിട്ട് പോകുമ്പോഴും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി കൂടെയിരിക്കുന്ന ഈ കർത്താവ് ഈ വിശുദ്ധ ദിനം അതിരാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിശ്വാസികളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു പരിപാലിക്കട്ടെ. ഈ ദൈവത്തിന്റെ അനന്യത ഓരോരുത്തരും അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. അങ്ങനെ ഈ വിശുദ്ധ ദിനം ഏറ്റവും അനുഗ്രഹവും നന്മയും നിറഞ്ഞതായി ദൈവകൃപയോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് വിളിച്ചു പറഞ്ഞ ദൈവവചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വചനം കേൾക്കുകയും ഉരുവിടുകയും ചെയ്യുക മാത്രമല്ല, അത് ജീവിതത്തിൽ അനുഭവിപ്പാൻ, പ്രവർത്തന യോഗ്യമാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആരെല്ലാം മാറിപ്പോയാലും ആരെല്ലാം വിട്ടുപോയാലും മാറാതെ അനന്യനായി നിൽക്കുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഈ വിശുദ്ധ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ ഏവരെയും കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഈ കർത്താവ് അടിയുറച്ചു വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഓരോ ചുവടും വെക്കുക. നമ്മുടെ ജീവിതം ധന്യമായി തീരും.
നാം വിശ്വസിച്ചവരും നാം സ്നേഹിച്ചവരും നമുക്കൊത്തിരി ഉറപ്പും വാക്ക് തന്നവരുമൊക്കെ മാറിപ്പോകുമ്പോൾ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന മരണത്തെ ജയിച്ച് പുനരുത്ഥാനം ചെയ്ത് പിതാവിന്റെ അടുക്കൽ ഇന്നും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഈ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.